തിങ്കൾക്കലാദരൻ ശങ്കരന്റെ കണ്ഠത്തിൽ മേവുന്ന നാഗദേവ. തിങ്കൾക്കലാദരൻ ശങ്കരന്റെ കണ്ഠത്തിൽ മേവുന്ന നാഗദേവ. അത്യപൂർവമായ പുരാതന കാവുകളിൽ മാത്രം നടന്നു വരുന്ന ഒരു സർപ്പാരാധനയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് സർപ്പം തുള്ളൽ. ആധുനികയുടെ പുറകെ പോകുന്ന മനുഷ്യരുടെ പ്രവർത്തികൾ മൂലം ഭാരതീയ പൈതൃക സംസ്കാരങ്ങൾക്ക് കോട്ടം വരുന്നതിനാൽ ഋഷിപരന്മാർ നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള പ്രപഞ്ച ശക്തികളുടെ കോപത്തിന് ഇരയാകേണ്ടി വരുന്നു. അതിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് കേരളത്തിലെ സർപ്പാരാധന. കുടുംബ ദേവതാമാരായ രക്തേശ്വരിയും കരിങ്കാളിയും നാഗരാജാവും നാഗേഷിയും നാഗദൈവങ്ങളും ദേശദേവതമാരായി മാറിയ ഓടാട്ട് ക്ഷേത്രത്തിൽ ഈ മഹാകർമ്മം നടക്കുക എന്നത് ഇതിന്റെ പ്രാധാന്യം ഏറെ വലുതായ ഒന്നാണ്. ആദിശേഷനായ ശ്രീ അനന്തന്റെ പത്മദലാസന പവിത്രക്കെട്ടോടുകൂടിയ കളം എഴുതി പിണിയാളിനെ കൊണ്ട് നാഗദൈവങ്ങളുടെ ഇഷ്ട വഴിപാടായ നൂറും പാലും നടത്തി അവരെ തൃപ്തിപ്പെടുത്തി ആ ദേവനെ പിണിയാളികളിലേക്ക് ആവാഹിച്ച് ഭക്തജനങ്ങളുടെ ദോഷപരിഹാരത്തിനായി പ്രാർത്ഥനാപൂർവമായ പൂജകൾ നടക്കുന്ന ഒരു ചടങ്ങാണ് സർപ്പം തുള്ളൽ എന്ന മഹാകർമ്മം. കാവുമാറ്റത്തിലൂടെ ഉണ്ടായ ദോഷത്തിനും ദോഷമുക്തി ലഭിക്കാനായും പ്രായശ്ചിത്ത പൂജ നടത്താവുന്ന ഒന്നാണ്. ആ പൂജകൾക്ക് ശേഷമാണ് പിണിയാളികളിൽ ദേവതകൾ അനുഗ്രഹിക്കപ്പെടുകയും പിണിയാളികൾ ദേവതമാരായി മാറി നമ്മളെ ഭക്തജനങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുന്നു. അതാണ് ആ ഭാഗമാണ് സർപ്പം തുള്ളലിന്റെ ഏറെ പ്രാധാന്യം ഉള്ള ഒരു രംഗം. ഈ സർപ്പം തുള്ളലിൽ എന്റെ നിയോഗം നാഗരാജാവായിട്ടാണ്. അതായത് കുടുംബത്തിൽ നിന്നും സർപ്പം തുള്ളൽ നടക്കുന്ന കാവിലെ കുടുംബത്തിൽ നിന്നും ഒരു പുരുഷൻ നാഗരാജാവായും ഒരു സ്ത്രീ നാഗയക്ഷിയമ്മയായിട്ടും കന്യാനാഗങ്ങളായിട്ട് 3 കുട്ടികളും പെൺകുട്ടികളും ആണ് ഒരുങ്ങേണ്ടത്. ഇതൊരു നിയോഗം പോലെയാണ് എന്നിലേക്ക് വന്നത്. അതിനായിട്ട് 3 ദിവസം മുമ്പേ കഠിനവ്രതം, 12 ദിവസത്തെ വ്രതവും അവസാനത്തെ 3 ദിവസത്തെ കഠിനവ്രതവും ആണ് ആചരിക്കുന്നത്. അവസാനത്തെ 3 കഠിനവ്രതത്തിൽ ഞങ്ങൾ 5 പേരും ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു മറ്റുള്ളവരെ സ്പർശിക്കാതെ സ്വയമായി പാചകം ചെയ്ത് ദിവസവും 3 നേരവും ജപവും കുളിയും ആയിട്ട് നിഷ്ഠയോടെ ആചരിച്ചു വരുന്നു. വ്രതം തുടങ്ങുന്നത് പുരോഹിതനായ പുള്ളുവന്മാരിൽ പ്രധാന പുരോഹിതൻ വന്ന് എണ്ണ ജപിച്ചു തന്ന് കുളിയോടുകൂടിയാണ് വ്രതം തുടങ്ങുന്നത്. ആ ഒരു കർമ്മത്തിലൂടെ ഞങ്ങൾ 5 പേരും ശരിക്കും നാഗദൈവങ്ങളോട് അടുക്കപ്പെടുന്നു. അതിനുശേഷം നടക്കുന്ന ഓരോ മിനിറ്റുകൾക്കും ഏറെ പ്രാധാന്യമുള്ളതാണ്. അതായത് ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ പ്രവർത്തികൾ എല്ലാം ആ പ്രവർത്തികളാണ് ഞങ്ങളെ കൂടുതൽ ദൈവത്വങ്ങളിലേക്ക് അടുപ്പിക്കുന്നത്. ഈ വ്രതനിഷ്ഠയാണ് സർപ്പം തുള്ളലിലൂടെ മറ്റ് ഭക്തജനങ്ങളുടെ ദോഷ നിവാരണത്തിനായി ഞങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്.
ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന സർപ്പം തുള്ളലിലേക്ക് പിണിയാളുകളായിട്ട് ഒരുങ്ങുന്നവരാണ് ഇവർ. നാഗേക്ഷി അമ്മയായിട്ട് അമ്മയും കന്യാനാഗങ്ങൾ അല്ലെങ്കിൽ കന്യാ കുഞ്ഞുങ്ങളായിട്ട് ഈ പെൺകുട്ടികളുമാണ് ഒരുങ്ങുന്നത്. ഈ മഹാകർമ്മത്തിലൂടെ സർപ്പദേവ പ്രീതിക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമസ്കാരം. പാലും പഴവും പായസവും നേദിച്ചിടുന്നേ ഞാൻ തമ്പുരാനേ. പാലും പഴവും പായസവും നേദിച്ചിടുന്നേ ഞാൻ തമ്പുരാനേ. പൊന്നിൽ പണിതൊരു പുറ്റും നേരാം പൊന്നിൻ നീറച്ചാർത്ത് തുകിടേണേ. പൊന്നിൽ പണിതൊരു പുറ്റും നേരാം പൊന്നിൻ നീറച്ചാർത്ത് തുകിടേണേ. തിങ്കൾ കലാധരൻ ശങ്കരൻ്റെ കണ്ഠത്തിൽ മേവുന്ന നഗദേവ. തിങ്കൾ കലാധരൻ ശങ്കരൻ്റെ കണ്ഠത്തിൽ മേവുന്ന നഗദേവ. ദിവ്യഫണഗണ ദൃശ്യമോടെ മണ്ണാറശാലയിൽ വാഴുന്നോരേ. വിളങ്ങുവോരേ മണ്ണും പിന്നും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടും നാഗ ദൈവങ്ങളെ നമസ്തേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും പിന്നും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടും നാഗ ദൈവങ്ങളെ നമസ്തേ. മഞ്ഞ നീരാടിവായോ നാഗെ പൂക്കുല ചൂടിവായോ നാഗെ പുള്ളുവൻ പാട്ടുകേട്ട് മെല്ലെ നർത്തനമാടിവായോ. മഞ്ഞ നീരാടിവായോ നാഗെ പൂക്കുല ചൂടിവായോ നാഗെ പുള്ളുവൻ പാട്ടുകേട്ട് മെല്ലെ നർത്തനമാടിവായോ. നാഗദേവ നമോ നാഗയക്ഷി നമോ സർപ്പദേവ നമോ. നാഗദേവ നമോ നാഗയക്ഷി നമോ സർപ്പദേവ നമോ. ങ്ങളുടെ ദോഷം എല്ലാം ഒഴിഞ്ഞിടുവാൻ ദേവ നാവൂരു പാടിച്ചിടാം നിത്യം കാത്തുരക്ഷിച്ചിടണേ. ഉണ്ണിക്കിടങ്ങളുടെ ദോഷം എല്ലാം ഒഴിഞ്ഞിടുവാൻ ദേവ നാവൂരു പാടിച്ചിടാം നിത്യം കാത്തുരക്ഷിച്ചിടണേ. ചന്ദ്രകലാധരന്റെ നീലകണ്ഠത്തിൽ വാണരുളും എന്റെ വാസുകി ദൈവത്താരേ നിന്റെ മഹാത്മ്യമോതിടുന്നേ. ചന്ദ്രകലാധരന്റെ നീലകണ്ഠത്തിൽ വാണരുളും എന്റെ വാസുകി ദൈവത്താരേ നിന്റെ മഹാത്മ്യമോതിടുന്നേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും പിന്നും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടും നാഗ ദൈവങ്ങളെ നമസ്തേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും വിണ്ണും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടും നാഗ ദൈവങ്ങളെ നമസ്തേ. മഞ്ഞ നീരാടിവായോ നാഗെ പൂക്കുല ചൂടിവായോ നാഗെ പുള്ളുവൻ പാട്ടുകേട്ട് മെല്ലെ നർത്തനമാടിവായോ. നാഗദേവ
నమో నాగయక్షి నమో సర్పదేవ నమో నాగదేవ నమో నాగయక్షి నమో సర్పదేవ నమో അതുപോൽ എൻ്റെ ഉള്ളം ഞാൻ മീട്ടിപ്പാടാം. എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു അല്പം കാരുണ്യം ചെയ്തിടണേ. ഉള്ളോർ കൂടമതുപോൽ എൻ്റെ ഉള്ളം ഞാൻ മീട്ടിപ്പാടാം. എൻ്റെ പാപങ്ങൾ നീ പൊറുത്തു അല്പം കാരുണ്യം ചെയ്തിടണേ. ആനന്ദമൂർത്തികളെ എൻ്റെ ആപത്തൊഴിക്കണമേ. നിത്യം ആരാധിച്ചിടുമെന്നിൽ നാഗരാശ്രയമായിടണേ. ആനന്ദമൂർത്തികളെ എൻ്റെ ആപത്തൊഴിക്കണമേ. നിത്യം ആരാധിച്ചിടുമെന്നിൽ നാഗരാശ്രയമായിടണേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും വിണ്ണും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടും നാഗ ദൈവങ്ങളെ നമസ്തേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും വിണ്ണും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചി സ്തുതിച്ചിടും നാഗ ദൈവങ്ങളെ നമസ്തേ. നാഗദേവ നമോ നാഗയക്ഷി നമോ സർപ്പദേവ നമോ നാഗദേവ നമോ നാഗയക്ഷി നമോ സർപ്പദേവ നമോ കളമൊരുക്കാം പിന്നെ 100 പാൽ നേദിച്ചിടാം. എൻ്റെ ദണ്ണമൊഴിച്ചിടുവാൻ ദേവ നിന്ദയകിടണേ. രൂപക്കളമൊരുക്കാം പിന്നെ 100 പാൽ നേദിച്ചിടാം. എൻ്റെ ദണ്ണമൊഴിച്ചിടുവാൻ ദേവ നിന്ദയകിടണേ. മണ്ണിലിഴഞ്ഞമരും എൻ്റെ മാനസവാസനയ നാഗ ദൈവമേ നിൻ മഹത്വം പാടാൻ എന്നിൽ കനിഞ്ഞിടണേ. മണ്ണിലിഴഞ്ഞമരും എൻ്റെ മാനസവാസനയ നാഗ ദൈവമേ നിൻ മഹത്വം പാടാൻ എന്നിൽ കനിഞ്ഞിടണേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും വിണ്ണും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടുന്നേ നാഗ ദൈവങ്ങളെ നമസ്തേ. കാവിൽ വിളങ്ങുവോരേ മണ്ണും വിണ്ണും തുണയ്ക്കുവോരേ ഞങ്ങൾ നെഞ്ചിൽ സ്തുതിച്ചിടുന്നേ നാഗ ദൈവങ്ങളെ നമസ്തേ. നാഗദേവ നമോ നാഗയക്ഷി നമോ സർപ്പദേവ നമോ നാഗദേവ നമോ നാഗയക്ഷി നമോ സർപ്പദേവ നമോ. ആടാട് ആടാട് മണി നാഗത്താന്മാരെ ആടാട് ചേലോടെ ആടാട് എൻ്റെ സർപ്പവർണ്ണങ്ങൾ ആടാട്. ആടാട് ആടാട് മണി നാഗത്താന്മാരെ ആടാട് ചേലോടെ ആടാട് എൻ്റെ സർപ്പവർണ്ണങ്ങൾ ആടാട്. രൂപക്കള മുന്നിലണഞ്ഞ് മെയ്യിഴഞ്ഞാട് ആടാട് 100 പാലിലാടി ഭഗവന്മാർ ആനന്ദ നൃത്തം ആടാട്. രൂപക്കള മുന്നിലണഞ്ഞ് മെയ്യിഴഞ്ഞാട് ആടാട് 100 പാലിലാടി ഭഗവന്മാർ ആനന്ദ നൃത്തം ആടാട്. ഉള്ളോർ കൂട നാദവും കേട്ടെൻ്റെ സ്വർണ്ണ നഖങ്ങൾ ആടാട്. ഉള്ളോർ പാടും പാട്ടൊന്നു കേട്ടെൻ്റെ ഇഷ്ടനഖങ്ങൾ ആടാട്. ഉള്ളോർ കൂട നാദവും കേട്ടെൻ്റെ സ്വർണ്ണ നഖങ്ങൾ ആടാട്. ഉള്ളോർ പാടും പാട്ടൊന്നു കേട്ടെൻ്റെ ഇഷ്ടനഖങ്ങൾ ആടാട്. ആടാട് ആടാട്
ആടാട് മണിനാഗത്താന്മാരെ ആടാട് ചേലോടെ ആടാട് എന്റെ സർപ്പവർണ്ണങ്ങൾ ആടാട് കണ്ണിൻ മുന്നിൽ വന്നു തിളങ്ങണ കണ്ട മൂർത്തി നാഗങ്ങൾ കണ്ണുനീരിലാഴുന്ന ഭക്തരെ കാത്തരുളിടും നാഗങ്ങൾ കണ്ണിൻ മുന്നിൽ വന്നു തിളങ്ങണ കണ്ട മൂർത്തി നാഗങ്ങൾ കണ്ണുനീരിലാഴുന്ന ഭക്തരെ കാത്തരുളിടും നാഗങ്ങൾ ദുഃഖ ശാന്തി തരണേ കാരുണ്യശീല ശ്രീനാഗേ നിത്യസുഖം നൽകണേ എന്നിൽ ശ്രീ അനന്തേശ ശ്രീനാഗേ നിത്യദുഃഖ ശാന്തി തരണേ കാരുണ്യശീല ശ്രീനാഗേ നിത്യസുഖം നൽകണേ എന്നിൽ ശ്രീ അനന്തേശ ശ്രീനാഗേ ആടാട് ആടാട് മണിനാഗത്താന്മാരെ ആടാട് ചേലോടെ ആടാട് എന്റെ സർപ്പവർണ്ണങ്ങൾ ആടാട് ഭക്തിയോടെ ചിത്തം വിളിപ്പൂ ഭക്തപ്രിയരെ കാക്കേണേ മുക്തിപാദമേറ്റനെ എന്നെ ശ്രീനാഗയക്ഷി പൊന്നമ്മേ ഭക്തിയോടെ ചിത്തം വിളിപ്പൂ ഭക്തപ്രിയരെ കാക്കേണേ മുക്തിപാദമേറ്റനെ എന്നെ ശ്രീനാഗയക്ഷി പൊന്നമ്മേ ഭക്തജനങ്ങളെ, ഓടാട്ട് മൂർത്തി ക്ഷേത്രം അതിനോട് അനുബന്ധിച്ച നാഗരാജ സർപ്പ സങ്കേതം ഈ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇങ്ങനൊരു ചടങ്ങ് നടന്നതായിട്ട് അറിയില്ല. നമ്മൾ സർപ്പം തൊടൽ എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും മഹത്തായത് നമ്മുടെ എല്ലാം ആ ഒത്തൊരുമയോട് കൂടിയുള്ള ഒരു പ്രയത്നം കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. 3 ശിരസ്സോടുകൂടി അതിമനോഹരമായിട്ട് തന്നെ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആവാഹനം ആയി കഴിയുമ്പോൾ നമ്മളുടെ കുടുംബത്തിലെ എല്ലാ സർപ്പശാപങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം അതിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ്. അപ്പോൾ ഭക്തജനങ്ങളെല്ലാവരും അവരവരാൽ കഴിയുന്ന വഴിപാട് കാണിച്ച് അതിൽ അർപ്പിച്ച് അവരുടെ തൃപ്പാദം എന്ന് സങ്കല്പിച്ച് നാഗരാജാവായ അനന്തന്റെ വാൽഭാഗത്ത് നമ്മൾ ഇവിടെ പുഷ്പം വയ്ക്കും. ആ പുഷ്പം എടുത്ത് മുഖത്ത് 3 വട്ടം ഒഴിഞ്ഞ് അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കേണ്ടത് ഓം നമഃ അനന്തായ നമഃ, ഓം നമഃ അനന്തായ നമഃ, ഓം നമഃ അനന്തായ നമഃ.
ദേവി